Assalamualaikum, Namaskaram. Welcome to Jasnas Cooking World. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയാണ്. സാധാരണ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ പഴമൊന്നും ചേർക്കാറില്ലല്ലോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടി ഒരു 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ അളവാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് 3 മുട്ട വേണം. പിന്നെ ഒരു പഴം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു പഴം എടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ തേങ്ങ, ഏലക്കായ. നമുക്ക് കുറച്ച് നെയ്യ് വേണം. അതുപോലെ ഒരു നുള്ളു ഉപ്പ് കൂടെ വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ദോശയ്ക്ക് വേണ്ട മാവ്. കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മൈദ ഇട്ടിട്ട് പാലിൻ്റെ 1/4 ഭാഗം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ഭാഗം നമുക്ക് ലാസ്റ്റിലേക്ക് വേണം. പാലിൽ തന്നെ മൈദ മിക്സ് ആക്കണമെന്നില്ല, വെള്ളമായാലും മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മാവ് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു കട്ടി മതി, അധികം കട്ടി കൂടും വേണ്ട, നന്നായിട്ട് തിന്നാവും വേണ്ട. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് മാവ് വേണ്ടത്. ഇനി നമുക്കിത് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ദോശകളായിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് ഷേപ്പ് വേണമെന്നൊന്നുമില്ല. നമ്മൾ ഏത് പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൻ്റെ അത്ര ഒരു വലുപ്പമുള്ള ഒരു ദോശയായിട്ട് വേണം അതിൻ്റെ അടിയിൽ വെക്കാൻ കറക്റ്റായിട്ട്. അപ്പം ഞാൻ അതുകൊണ്ട് അധികം വലുതല്ല, ഞാനൊരു ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇനിയും കുക്കാക്കുന്നതല്ല, അതുകൊണ്ട് ഇങ്ങനെ ആയാൽ മതി. ഒരു ദോശയും കൂടി ഞാൻ ചുട്ട് കാണിക്കാം. ഇങ്ങനെ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ചുറ്റിയെടുക്കുന്ന പോലെയും ചുട്ടെടുക്കുക. അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടും. അങ്ങനെ ലാസ്റ്റത്തെ ദോശയും ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ദോശയും ചുട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു 6 ദോശ, കറക്റ്റ് ഒരു 6 ദോശയ്ക്കുള്ള മാവായിരുന്നു അതുണ്ടായിരുന്നത്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരിയുടെ ഫില്ലിംഗ് ആയിട്ടുള്ളത് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ആയി വന്നപ്പോഴേക്ക് അതിലേക്ക് ഞാൻ ഒരു പഴം കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പഴം ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങ ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങോട്ട് മുരിയൊന്നും വേണ്ട, ഒന്നങ്ങോട്ട് വാടി വരട്ടെ. പിന്നെ നേരത്തെ തൊലി കളഞ്ഞെടുത്ത് വെച്ച് ഏലക്കായക്കുരു ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഒന്നായി വന്ന ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതുകൂടെ ഒന്ന് ആ ഷുഗർ അതിലൊന്ന് കിടന്ന് മെൽറ്റായിട്ട് തേങ്ങയിൽ യോജിച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് ഈ തേങ്ങ ഒരു സൈഡിലേക്കൊന്ന് നീക്കി വെക്കാം. തേങ്ങയൊക്കെ ഞാനൊരു സൈഡിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പഴമൊക്കെ ചേർക്കുന്ന കാരണം നമുക്കൊരു മുട്ട തന്നെ മതി. അല്ലെങ്കിൽ നമ്മൾ 2-3 മുട്ടയൊക്കെ ചേർക്കലുണ്ട്. ഇങ്ങനെ പഴം ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം തന്നെ മതി. എന്നിട്ട് അതൊന്ന് അതിൽ ചിക്കിയെടുക്കാം. മുട്ട ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് തേങ്ങയിലൂടെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ രണ്ടും കൂടെ ഞാൻ മിക്സ് ആക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങയും മുട്ടയും കൂടെയുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതും വാട്ടിയതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ടയും നേരത്തെ എടുത്ത് ബാക്കി വെച്ച പാലും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ 2 മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം.
അതിലേക്ക് പാൽ എടുത്ത് വെച്ച പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പാൽ ഒഴിക്കുമ്പോൾ മുട്ടേൻ്റെ അളവ് കുറച്ച് മതി. അപ്പം നമ്മൾ എല്ലാത്തിനും കൂടെ മുട്ടയുടെ ഫില്ലിങ്ങിനാണെങ്കിലും തേങ്ങാ ഫില്ലിങ്ങിനാണെങ്കിലും പഴത്തിനാണെങ്കിലും ദോശയ്ക്ക് എല്ലാത്തിനും കൂടെ നമ്മൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ പാനിലാണ് ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആ പാനിൽ നമുക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം, അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടി പിടിക്കില്ല, എന്നാലും നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി നെയ്യ് തടവുന്നതാണ് നല്ലത്. എന്നിട്ട് ഒരു ദോശ എടുത്തിട്ട് നേരത്തെ പാലും മുട്ട മിക്സ് ഉണ്ടാക്കി വെച്ചതിൽ വെച്ചിട്ടൊന്ന് മുക്കിയെടുക്കാം. അങ്ങനെ ഒരു ദോശ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, മുട്ടയിൽ മുക്കിയ ദോശ. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഫില്ലിങ് ഇടാം. ആദ്യം നമ്മൾ തേങ്ങയും മുട്ടയും കൂടെ ഉള്ള ഫില്ലിങ്ങാണ് ഇതിലേക്ക് ഇടുന്നത്. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി അടുത്ത ദോശ മുട്ടയിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ അടുത്ത ദോശയും കൂടെ മുട്ടയിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഴം വാട്ടിയതും നട്ട്സും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ 2 ലെയർ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ലെയറിൽ പഴം വാട്ടിയത്, ഒരു ലെയറിൽ തേങ്ങ, അങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എല്ലാ ലെയറും റെഡിയാക്കി ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി വന്ന് മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എന്തായാലും ഒഴിക്കണം, നല്ല ചട്ടിപ്പത്തിരി നല്ല സെറ്റായിട്ട് ഇരിക്കുള്ളൂ. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെക്കണം. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം എല്ലാം കുക്കായി വരണം. ഇപ്പോൾ ഉള്ളും അടിഭാഗം എല്ലാം കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മേൽഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നേരത്തെ ദോശ ഉണ്ടാക്കി വെച്ച അതേ പാനിൽ തന്നെയാണ് ഞാൻ മറിച്ചിട്ട് കൊടുക്കുക. അതേ പാനിലേക്കാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നെയ്യ് തടവാം, ഞാൻ നെയ്യ് തടവുന്നില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടിഭാഗം കൂടെ വേവിച്ചെടുക്കാം. ഇതിൻ്റെ നേരത്തെ മേൽഭാഗം ഉണ്ടായിരുന്നത് കൂടെ വേവിച്ചെടുക്കാം. ഒന്ന് വേണമെങ്കിൽ മൂടി വെച്ച് കൊടുക്കാം. പിന്നെ അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. ഉള്ളെല്ലാം വെന്ത് പാകമായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി കറക്റ്റ് 2 സൈഡൊക്കെ വെന്ത് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 സൈഡും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് തിരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. പഴം ചേർത്തിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. സാധാരണ ചട്ടിപ്പത്തിരിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളെല്ലാം കറക്റ്റ് വെന്തിട്ടുണ്ട് നോക്കാൻ. കണ്ട, എല്ലാ ലെയറും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക.